എത്ര പേർക്കറിയും ഈർക്കളി കൊണ്ട് ഇങ്ങനൊരു കളി കളിക്കാൻ പറ്റുന്നുള്ളത്? അതായത് നൂറാങ്കോല്. നമ്മളൊരു 19 കിഡ്സിനൊക്കെ ഓർമ്മ ഉണ്ടാവും ഈ ഒരു കളി നൂറാങ്കോല് എന്നുള്ളത്. ഓല എടുക്കുക, അതിൻ്റെ ഈർക്കളി എടുക്കുക, എന്നിട്ട് നമ്മൾ വലിയൊരു കോല് എടുക്കുക, ബാക്കിയൊക്കെ ചെറുതെടുക്കുക. മൊത്തം 10 കോല്, അതിൽ 1 വലുത്, ബാക്കി 9 ചെറിയ കോലെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈർക്കളിയുടെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ വലിയ കോല് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ മേലേക്ക് വന്ന് കിടക്കും. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇളകാതെ എടുക്കണം. അതാണ് ഈ കളിയുടെ പ്രത്യേകത. ഈ കളി കളിക്കാൻ മിനിമം 2 പേരെങ്കിലും വേണം. വലിയവർക്കും കളിക്കാം, ചെറിയവർക്കും കളിക്കാം. നമുക്ക് കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്കും ചെയ്യാം, അവർക്കിത് പഠിപ്പിച്ച് കൊടുക്കും ചെയ്യാം. നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു കളിയും കൂടിയാണ്. ഞാനിത് കോൺസെൻട്രേഷൻ കിട്ടാൻ പറ്റിയ കളിയാണെന്ന് പറയാൻ കാരണം, ഒരിക്കൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു മാഷ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ നൂറാങ്കോല് കളിക്കൂല, എന്തോ പറയുന്നതിൻ്റെ അടുക്ക് പറഞ്ഞത് അതാണ് ഏറ്റവും നല്ലൊരു കളി. കാരണം നമുക്ക് പെട്ടെന്ന് കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു കളിയാണെന്ന്. കാരണം നമ്മൾ ഓരോ ഈർക്കിളിയും ഇളകാതെ എടുക്കണ്ടേ, അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ടല്ലേ നമ്മൾ എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കോൺസെൻട്രേഷന് പറ്റിയ ഒരു കളിയാണെന്നുള്ളത്. അപ്പം നമുക്കിത് മെൻ്റൽ സ്ട്രെസ് ഉള്ളവർക്കൊക്കെ ഒന്ന് കളിക്കാൻ പറ്റിയ ഒരു കളിയും കൂടിയാണ്. ഒന്ന് കളിച്ച് നോക്കുക. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. കുട്ടികൾ ആരുള്ളത് അവരുടെ കൂടെ ഒന്ന് കളിക്കുക. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ ഫോണിൻ്റെ കൂടെ, അതേപോലെ TV, കാർട്ടൂൺ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന കുട്ടികളാവാം, വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ നമ്മളിത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ കളി വളരെ സിമ്പിളാണ്. ഒരു വലിയ ഈർക്കളി ആണ് നമ്മുടെ നൂറാങ്കോല് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ചെറിയ ഈർക്കളി 9 ഉണ്ടാവും. അതൊക്കെ 90 പോയിൻ്റ് വരെ, അതായത് ഓരോ ഈർക്കളിക്ക് 10 പോയിൻ്റ് വരെ. അങ്ങനെ ഇത് എന്നിട്ട് വലിയ കോലിൻ്റെ മേലേക്ക് വീണെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റും. ഇനി വലിയ കോലിൻ്റെ മേലേക്ക് വീഴാതെ വലിയ കോല് മാത്രം ഒറ്റയ്ക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റില്ല, ഫെയിലാണ്. അപ്പോൾ നമ്മൾ വേറെ കളി കളിക്കണം. അങ്ങനെ ഈ ഒരു കളി എത്ര പേര് കളിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് അറിയാം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു കളീനെ പറ്റി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.